നമസ്കാരം. ഓം ഓം ഓം. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 20. 19 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. ഇപ്പോൾ തങ്ങളുടെ നേർക്ക് ആഞ്ഞടുക്കുന്ന ഖരനോട് യുദ്ധം ചെയ്യാൻ രാമലക്ഷ്മണന്മാർ തയ്യാറാവുകയാണ്. ലക്ഷ്മണനോട് സീതയെ കുറച്ചു നേരം കാത്തുകൊള്ളാൻ പറയുന്നു. ഞാൻ ഇവരോട് യുദ്ധം ചെയ്തു കൊള്ളാം, നീ ഇവരോട് ഇപ്പോൾ യുദ്ധം ചെയ്യേണ്ട എന്ന് ലക്ഷ്മണനെ അറിയിക്കുന്നു. എന്നിട്ട് ഈ നിശാചരന്മാരോട് ഞങ്ങൾ വളരെ പാവങ്ങളാണ്, ഫലമൂലങ്ങൾ ഭക്ഷിച്ചു കഴിയുന്ന താപസന്മാരാണ്, ഞങ്ങളെ എന്തിനാണ് നിങ്ങൾ ഉപദ്രവിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അത് കേട്ടിട്ട് ഖരന് വളരെ കോപം തോന്നി. ഇപ്പോൾ നീ പ്രാണൻ ത്യജിക്കാൻ പോവുകയാണ് എന്ന് രാമനെ അറിയിക്കുന്നു. ഞങ്ങൾ ഇത്രയും പേരുള്ളപ്പോൾ നീ ഒറ്റയ്ക്ക് എങ്ങനെ ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ തയ്യാറാകുന്നതെങ്ങനെയാണെന്ന് വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഈ ഇരുമ്പുലക്കകളും ശൂലങ്ങളും ഒക്കെ നിൻ്റെ മേലിപ്പോൾ തറയ്ക്കാൻ പോവുകയാണ് എന്ന് രാമനെ അറിയിക്കുന്നു. എന്നിട്ട് രാമന് നേരെ അവർ ശൂലങ്ങൾ എറിഞ്ഞു. രാമനതെല്ലാം രാമൻ്റെ ശരങ്ങൾ കൊണ്ട് മുറിച്ചു കളഞ്ഞു. എന്നിട്ട് തൻ്റെ കയ്യിലുള്ള സൂര്യപ്രഭങ്ങളായ 14 ശരങ്ങളെടുത്ത് അവരുടെ നേർക്ക് തൊടുത്തുവിട്ടു. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് അടുത്ത ശ്ലോകങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. സർഗം 20 ശ്ലോകം 20. മുമോച രാഘവോ ബാണാൻ വജ്രാനിവ ശതക്രതുഃ തേ ഭിത്വാ രക്ഷസാം വേഗാത് വക്ഷാംസി രുധിരപ്ലുതാഃ. ശ്ലോകം 21 കൂടി ചൊല്ലി അർത്ഥം പറയാം. വിനിഷ്പേതുസ്തദാ ഭൂമൗ വാൽമീകാദിവ പന്നഗാഃ തൈർഭഗ്നഹൃദയാ ഭൂമൗ ഛിന്നമൂല ഇവ ദ്രുമാഃ. 20-21 ശ്ലോകങ്ങളുടെ അർത്ഥം. ഇന്ദ്രൻ വജ്രങ്ങളെന്ന പോലെ അവ യൂക്കോടെ രാക്ഷസന്മാരുടെ നെഞ്ചുകൾ പിളർന്ന് ചോര പുരണ്ടവയായി പുറത്തു വന്ന് ഭൂമിയിൽ പതിച്ചു. വാൽമീകത്തിൽ നിന്ന് പന്നകങ്ങൾ പുറത്ത് ചാടും പോലെ ആ രാക്ഷസന്മാർ വേരറ്റ മരങ്ങൾ പോലെ പിളർന്ന നെഞ്ചിൽ നിന്നൊഴുകുന്ന ചോരയിൽ മുങ്ങി നിലത്ത് വീണ് വികൃതരൂപികളും പ്രാണൻ പോയവരുമായി. ശ്ലോകം 22-23. നിവേദു ശോണിതസ്നാദ വികൃതാ വിഗതാസവഃ താൻ ഭൂമൗ പതിതാൻ ദൃഷ്ട്വാ രാക്ഷസീ ക്രോധമൂർച്ഛിത ഉപഗമ്യഖരം സാധു കിഞ്ചിത് സംശുഷ്കശോണിത പപാത പുനരേവാർത സനിര്യാസേവ വല്ലരി. 22-23 ശ്ലോകങ്ങളുടെ അർത്ഥം. ഭൂമിയിൽ നിപതിച്ച അവരെ കണ്ട് ക്രോധമൂർച്ഛിതയായ രാക്ഷസി കുറഞ്ഞൊന്ന് ചോരയൊഴുക്ക് നിന്ന രൂപത്തിൽ ഖരൻ്റെ സമീപത്തെത്തി വീണ്ടും ദുഃഖാർത്ഥയായി നിലം പതിച്ചു. കറയൊലിക്കുന്ന വള്ളി പോലെയാണ് അവൾ നിലം പതിച്ചത്. ശ്ലോകം 24. ഭ്രാതു സമീപേ ശോകാർദ സസർജ നിനദം മഹത്
സസ്വരം മുമിജേ ബാഷ്പം വിവർണവദനാ തഥാ. ഭ്രാതാവിൻ്റെ സമീപത്ത് ശോകാർത്തിയായ അവൾ ഉച്ചശബ്ദത്തോടെ നിലവിളിച്ചു. വിവർണവദനയായി കരഞ്ഞും കൊണ്ട് കണ്ണീരൊഴുക്കി. ശ്ലോകം 25. അവസാനത്തെ ശ്ലോകമാണ് സർഗം 20. നിപാതിതാൻ പ്രേക്ഷ്യരണേതു രാക്ഷസാൻ പ്രധാവിതാശൂർപ്പണഖ പുനസ്തതഃ വധം ച തേഷാം നിഖിലേന രക്ഷസാം ശശംസ സർവം ഭഗിനീഖരസ്യ സാം. യുദ്ധത്തിൽ രാക്ഷസന്മാർ വീണത് കണ്ട് ഓടിച്ചെന്നവളായ ഖരഭഗിനി ശൂർപ്പണഖ ആ രാക്ഷസന്മാരെല്ലാവരും വധിക്കപ്പെട്ടതെങ്ങനെയെന്ന് ഖരനോട് വിസ്തരിച്ച് അറിയിച്ചു. ഖരൻ മരിച്ചിട്ടില്ല. ഖരൻ്റെ കൂടെയുള്ള അനുചരന്മാരാണിപ്പോൾ മരിച്ചു വീണിരിക്കുന്നത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.